പണ്ടൊക്കെ വളരെ ഏറെ എക്സൈറ്റ്മെൻറ്റോടുകൂടെ കാത്തിരുന്നൊരു സീരീസാണ് റെഡ്മിയുടെ നോട്ട് സീരീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ റെഡ്മിയുടെ നോട്ട് സീരീസ് ഇപ്പം ഒരു തമാശയായി മാറിയിരിക്കുകയാണ്. കാരണം തുടങ്ങിയ പ്രൈസിൽ നിന്ന് 10,000-ങ്ങളും 20,000-ങ്ങളൊക്കെ കടന്നാണ് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച്. എന്നാൽ ഇപ്പം വന്നിരിക്കുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. അപ്പം ആ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഈ വർഷത്തെ എന്നല്ല അടുത്ത വർഷത്തേക്കുള്ള അതിഥി ഈ വർഷം ഇറക്കിയിട്ടുണ്ട്. അതിഥിയുടെ പേരാണ് റെഡ്മി നോട്ട് 14 Pro. അതെ, നമ്മളിതിൻ്റെ ആത്മാവൂറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അൺബോക്സിങ്. ആദ്യമേ തന്നെ എന്തോ ഉണ്ട്. TPU കേസ്, നല്ല ക്വാളിറ്റി TPU കേസാണ്. ബുക്കും പേപ്പറും. 45 വാട്ട്സിൻ്റെ ചാർജറാണ്. 45 വാട്ട്സ്. Type A to Type C കേബിൾ. Type A to Type C കേബിളാണ്. അടുത്ത നമുക്ക് ഫോണിലേക്ക് വരാം. സോ കൊള്ളാം, ഡിസൈനൊക്കെ കൊള്ളാം. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ റിയൽമിയും ഈ പറഞ്ഞ ഹോണറാന്ന് തോന്നുന്നത് തുടങ്ങിയെന്ന് തോന്നുന്നു. റിയൽമിയൊക്കെ തുടങ്ങിയ പോലത്തെ ഒരു റെഡ്മിക്കും ഉണ്ട് ഈ ഒരു സാധനമാണ്. ഒരു ടൈപ്പ് ഓഫ് ഒരു ഇങ്ങനെ ഇവിടെ ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഡിസൈൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. എനിവേ നമുക്കിതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മൾ ഇതിൻ്റെ ആത്മാവ് ഊറ്റിരിക്കുകയാണ്. ബൈ ദ ബൈ, ഇത് ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്. അതായത് റിവ്യൂ യൂണിറ്റ് അല്ല, ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ്, കാശ് കൊടുത്ത് മേടിച്ച യൂണിറ്റ് ആണ്. ഫോർ ദ റെഫറൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഇനിയും ഇങ്ങനെയൊക്കെ ഫോൺസ് കൊണ്ടുവരാനുള്ള ഒരു പ്രോത്സാഹനം. കാരണം ഇത് നമ്മൾ മേടിക്കുന്നു, നഷ്ടത്തിൽ വിൽക്കുന്നു, ഈ ഒരു സ്കീമിലാണ് പോകുന്നത്. ഫോർ ദ റെഫറൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഷെയർ ദ ഓണസ്റ്റ് ഒപ്പീനിയൻ. ഒരു ബ്രാൻഡ് തരുവാണെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പരമാവധി അത് ട്രൈ ചെയ്ത് പോകും. ഞാൻ ഒരിക്കലും ആർക്കും ഉറപ്പൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഞാൻ കീപ് ട്രൈയിങ്ങിലാണ് പോകുന്നത്. അറ്റ് സം പോയിന്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും 100%. അല്ലെങ്കിൽ അത്രയ്ക്കും ഹെവി ഇൻഫ്ലുവൻസ് ഉള്ളൊരു ആളാണെങ്കിൽ ചിലപ്പം നമുക്ക് ചിലപ്പോൾ 1-2 പോയിൻ്റൊക്കെ ഇടാം. അതും 1-2 പോയിന്റ് മാത്രം. അതാണ് ഇവിടെ നമുക്ക് വേറെ കാര്യമൊന്നുമില്ല. ഇതിപ്പം പൊട്ടയാണെങ്കിൽ പൊട്ടയാന്ന് തന്നെ ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഇത് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് നല്ല ഒരു എൻഗേജ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ സുഖമായിട്ട് ഈ സാധനമൊക്കെ കൊണ്ടുവരാനുള്ള സ്കീം ഉണ്ടാക്കാം. അത് വേറെ കാര്യം. അതായത് ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ലോസും പ്രോഫിറ്റും ഇല്ലാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. പറഞ്ഞേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്വയറിഷ് എന്നൊക്കെ പറയാം. ഒരു ഹെക്സഗണല്ല, സ്ക്വയറിഷിനകത്ത് കുറേ ക്യാമറ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. ഹോൾഡ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല, ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. വെയിറ്റ് അധികം തോന്നിക്കുന്നില്ല. 8.5 mm തിക്നെസ് ആണ്. 190 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഡിസൈൻ എനിക്ക് കുഴപ്പമില്ലെന്ന് തന്നെ തോന്നുന്നത്. കൂടാതെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ സപ്പോർട്ട് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്, സ്ക്രീൻ. അത് നല്ല കാര്യമാണ്. അതേപോലെ IP68 വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. സോ വെള്ളത്തിൽ മുക്കാം എന്നും പറഞ്ഞ് മനഃപൂർവ്വം മുക്കരുത്. മീൻസ് കുറേ നേരമൊക്കെ സഹിക്കും കേട്ടോ. പക്ഷേ ആവശ്യത്തിൽ കൂടുതലെടുത്ത് മുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എവറിത്തിങ് ഹാസ് എ ലിമിറ്റ്. അതാണ്. അപ്പം ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കോസും പവർ ബട്ടണുമാണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ, ഗ്രില്ല്, Type C പോർട്ട്, അതേപോലെ തന്നെ സിമ്മിന്റെ സ്ലോട്ട്. 2 നാനോ സിംസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഒരു ഗ്രില്ല്, നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്ററിന്റെ സെൻസറും ഉണ്ട്. അടുത്താണ് നമുക്ക് ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് ചെക്ക് ചെയ്യാം. സോ അത്യാവശ്യം ഫാസ്റ്റ് ആണ്. അടുത്താണ് നമുക്ക് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാം. അത്യാവശ്യം ഫാസ്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. അടുത്താണ് നമുക്ക് ഒരു ഫോണിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അത്യാവശ്യം വോളിയം ഉണ്ട്. അതേപോലെ ക്വാളിറ്റി നൈസാണ്. ഈവൻ ബേസ് ഒക്കെ ആണെങ്കിലും നൈസാണ്, കേൾക്കാൻ രസമുണ്ട്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കാറ്റഗറിയിൽ കിടക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.67 ഇഞ്ചിൽ ഒരു 1.5K റെസൊല്യൂഷനുള്ള 3D കർവ്ഡ് AMOLED ആണ്. HDR10+ ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ സപ്പോർട്ട് ഉണ്ട്. സോ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ
അടിപൊളി ഡിസ്പ്ലേ ആണ്, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് അത്യാവശ്യം അടിപൊളിയാണ്. അതായത് നിങ്ങൾ വെയിലത്ത് നിന്ന് നോക്കിയാലും അത്യാവശ്യം നൈസായിട്ട് തന്നെ കാണാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി റിഫ്രഷ് റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. റിഫ്രഷ് റേറ്റ് ഡീഫോൾട്ടിൽ ഇടുവാണെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ടേഴ്സ് ലാഗ്സ് ഒക്കെ ഉണ്ടാകും. സാധാരണഗതിയിൽ ഫോഴ്സ് ചെയ്ത് 120 ഹെർട്സിൽ ഇട്ടാൽ മിക്ക ഫോണുകളിൽ സ്റ്റാർട്ടേഴ്സ് ഉണ്ടാകാറില്ല. പക്ഷേ ഈ ഫോണിൽ 120 ഹെർട്സ് ഇട്ടാലും ചില സമയത്ത് ചെറിയൊരു സ്റ്റാർട്ടർ ഒക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ചില സമയത്ത് ഒരു ഫ്രെയിം ഡ്രോപ്പ് കാണാം, ചിലപ്പോൾ 60 ഹെർട്സിൽ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത സംഭവമാണ്. അതായത് അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ അവർ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം. അത് പെർഫോമൻസിൽ ഞാൻ ബാക്കി അതിനെ പറ്റി പറയാം. എന്തായാലും ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ വെച്ച് നൈസാണ്. പിന്നെ ഈ 3D കർവ്ഡ് AMOLED ആണ്. സോ കർവ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ഇഷ്യൂ ഒന്നും അങ്ങനെയില്ല. ഈവൻ മീഡിയ കൺസപ്ഷൻ ഒക്കെ നൈസാണ്. AMOLEDന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് കിടക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന Dimensity 7300 Ultra എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ആദ്യത്തെ കാര്യം, ഈ ഒരു ചിപ്സെറ്റ് സെലക്ഷൻ വളരെ മോശമാണ്. കാരണം 20,000 താഴെയാണ് ഈ ഒരു ചിപ്സെറ്റിന്റെ പ്രൈസ് റേഞ്ച്. 25,000 ആണ് ഈ ഒരു ഫോണിന്റെ വില. ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഈ ചിപ്സെറ്റ് ഈ പ്രൈസിൽ വെക്കരുത്. ഇവര് പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഇവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി 7300 Ultra എന്ന് വെച്ചിട്ടുണ്ട്. അൾട്ര എന്ന് പറഞ്ഞാൽ അൾട്രാ ഫോർ പഴം. അതായത് ഒരു ഗുണമില്ല, മീൻസ് പഴത്തിനല്ല, പഴത്തിന് ഗുണമുണ്ട്. അൾട്ര വെറുതെ വെച്ചേക്കുന്നതാണ്. 7300 എന്ന് പറഞ്ഞാൽ 7300 തന്നെയാണ്. എന്തെങ്കിലും ഒരു മൈനർ ഡിഫറൻസ് കണ്ടാലും മൈനർ, അതും പേരിന് പോലും പറയാൻ പോലും ഇല്ലാത്തൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ 25,000 ഫോണിന് ഈ ഒരു ചിപ്സെറ്റ് വെച്ചതിന് വളരെ മോശം. ഈ ചിപ്സെറ്റ് പൊട്ടയായതുകൊണ്ടല്ല, ഈ ചിപ്സെറ്റ് അല്ലാതെ ഈ കോമ്പറ്റീഷന് വേറെ കിടിലൻ ചിപ്സെറ്റുകളാണ് ബാക്കി കമ്പനികൾ വെച്ചിരിക്കുന്നത്. 7 Gen 3 വെച്ചിട്ടുണ്ട്. ഇവൻ നമ്മുടെ 7+ Gen 3 വരുന്നുണ്ട്. ഇനി ഡിമെൻസിറ്റിയുടെ തന്നെ 8400, അതേപോലെ 7350 ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നൈസാണ്, ഇതിനേലും ബെറ്റർ ആണ്. 7200 ഒരു കൈൻഡ് ഓഫ് ഇതിനേലും വേണമെങ്കിൽ പറയാം സിംഗിൾ കോറിൽ. ഇത് വെക്കരുതായിരുന്നു. ഇനി ഡേ ടു ഡേ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ചിപ്സെറ്റ് വെച്ച് ഇഷ്യൂസ് ഇല്ല. പക്ഷെ ഇവർക്ക് കൂടുതൽ അല്ലെങ്കിൽ ബെറ്റർ തരാമായിരുന്നു. അതൊരു ഓപ്ഷനാണ്. അവർ ചൂസ് ചെയ്ത ചോയ്സ് ആണ് തെറ്റ്. അതാണ്. അല്ലാതെ ഫോൺ ഡേ ടു ഡേ പെർഫോമൻസ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും വരത്തില്ല. സോഷ്യൽ മീഡിയ, വാട്സപ്പ് സ്ക്രോളിങ്, ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് ചെറിയ സ്റ്റട്ടറും ലാഗ്സ് ഒക്കെ കാണുന്നുണ്ട്. സാധാരണഗതി നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെസ്റ്റ് ചെയ്യുന്ന ഫോണുകൾക്ക് റെയർ ആണ്, വളരെ റെയർ ആയിട്ട്. ഇത് അതിനേലും കൂടുതലായിട്ട് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ചെറിയ ചെറിയ മൈനർ സ്റ്റട്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അത് സോഫ്റ്റ്വെയറിനെയും ആവാം. എന്തായാലും പെർഫോമൻസ് വെച്ച് എനിക്ക് അത്ര മീൻസ് ചിപ്സെറ്റ് ഓക്കെയാണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ വേറെ ചിപ്സെറ്റ് അവർക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 6,28,389 ആണ് സ്കോർ വന്നിരിക്കുന്നത്. ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കി കഴിഞ്ഞാൽ 1023 സിംഗിൾ കോർ സ്കോറും 2872 മൾട്ടി കോർ സ്കോറുമാണ്. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 50 മിനിറ്റ്സിനാണ് ഞാൻ ചെയ്തത്. 84% സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ത്രോട്ടിലിംഗ് അധികം ഇല്ല, നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ചിപ്സെറ്റ് ആണ്. കാരണം കുറച്ച് നാളായി. സോ ബെഞ്ച് മാർക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഗെയിമിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ BGMI ഉണ്ട്. BGMI നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാം. പിന്നെ ഉള്ളത് 40 FPS വരെയുള്ള, അത് അൾട്രാ വരാണ്ടുള്ള ഫ്രെയിംസ്. ഇനി ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം പ്ലേ നൈസാണ്. സ്മൂത്ത് എക്സ്ട്രീമിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാം. ഞാനൊരു 1 hour കളിച്ച് നോക്കിയായിരുന്നു, 1.5 hour കളിച്ച് നോക്കി. സോ ആദ്യമേ കുഴപ്പമില്ല, ഒരു അരമണിക്കൂറൊക്കെ കഴിയാന്നത് ചെറിയ ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ട്. അതായത് 60 FPS നിന്നൊക്കെ നന്നായിട്ട് താഴോട്ട് വരും. ഹീറ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും ഫേസ് ചെയ്തില്ല. പക്ഷേ ചെറിയൊരു മൈനർ ഹീറ്റിംഗ് എന്ന് വേണം പറയാം. ചെറിയൊരു ചൂട് ഇവിടെ സ്ക്രീനിന്റെ ഈ ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു ഹീറ്റ് തന്നെ, മൈനർ വാമിനേലും കൂടുതലാണ്, എന്നാൽ ഓവർ ഹീറ്റിങ്ങും അല്ല. ആ ഒരു സ്കീമിൽ തോന്നുന്നുണ്ട്. പക്ഷേ കൈ പൊള്ളുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്തില്ല. സോ ഹീറ്റിംഗ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ക്യാമറ കാറ്റഗറിയാണ്. കാരണം 50 മെഗാപിക്സൽ സോണിയുടെ LYT-800 എന്ന് പറഞ്ഞ പ്രൈമറി സെൻസർ ഉണ്ട്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ നാഴികക്കല്ലായിട്ടുള്ള 2 മെഗാപിക്സൽ പ്രഹസനവും കൂടെ ഉണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്, വളരെ സന്തോഷമാണ്. കാരണം എത്ര നാൾക്ക് ശേഷം ഒരു പ്രഹസനം ഒരു കമ്പനി വെക്കുന്നത്. ബാക്കി മിക്ക കമ്പനികളും ഇത് ഉപേക്ഷിച്ച് പറഞ്ഞ് അവർ ഉപേക്ഷിച്ച്. പക്ഷെ റെഡ്മി നമ്മുടെ ആ ഒരു ചാനലിലെ ഒരു അത് മഹിമ കാത്തു. 2 മെഗാപിക്സലെ പ്രഹസനം വെച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ടെസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ പ്രഹസനം വെച്ചല്ലോ, അത് മതി, മനസ്സ് നിറഞ്ഞു, സന്തോഷം. ഇനി ഫോട്ടോസ് എങ്ങനെയുണ്ട്? സോ ഞാൻ നിങ്ങൾ ആദ്യമേ റയർ ഫോട്ടോസാണ് കാണിക്കുന്നത്. അതായത് ആദ്യമേ നോർമൽ മോഡ് കാണിക്കും, 50 മെഗാപിക്സൽ, പിന്നെ അൾട്രാ വൈഡ്. ഇനി ഫോട്ടോസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗുഡ് ലെവൽ ഫോട്ടോസാണ്. ഇതിനകത്തൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് വെച്ചത് പറയുന്നത് നാച്ചുറൽ കളേഴ്സാണ്. അങ്ങനെ ഗ്രീനിഷ് ഒന്നും, അതായത് പച്ചപ്പിനെ ഹരിതാപത്തിനൊന്നും കൂടുതൽ പച്ചപ്പ് ഹരിതാപമായിട്ട് കാണിക്കുന്നില്ല.
പച്ചപ്പിനെ അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ടോൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നൈസാണ്. പക്ഷേ HDR ഒക്കെ ഒരു ഡീസൻറ്റ് ലെവലിനെ പറയാൻ പറ്റുള്ളൂ. അത് ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡീസൻറ്റ് ലെവലിലാണ്. സ്കൈ ആണെങ്കിൽ പോലും ചില സമയത്ത് കളർ ചെറിയ ഡിസ്റ്റോർഷൻ, കളറിൽ ഒരു ചെറിയ വ്യത്യാസം വരാറുണ്ട് സ്കൈ ഒക്കെ ചെയ്യുമ്പോൾ. അതൊരു മീൻസ് പിന്നെ ഓവർ ഷാർപ്പനിങ് ആയിട്ട് തോന്നുന്നത്. അതായത് നമ്മളത് കാണുമ്പോൾ തന്നെ ചെറിയൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ലുക്ക് വരും ഫോട്ടോസിനൊക്കെ. അതെന്നാന്നറിയില്ല, ആ ഒരു ഷാർപ്നെസ് അത്രയും വേണ്ട, ഒരു ഇച്ചിരൂടെ ഒരു പൊടിക്ക് കുറച്ചിരുന്നേ കുറച്ചുകൂടെ നൈസായിരുന്നു. സോ അങ്ങനെ എനിക്ക് അത്ര ഒരു കിടിലനായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഒരു എബോ ആവറേജ് ലെവലിൽ തോന്നുള്ളൂ. പക്ഷേ കളർ ചോയ്സ് നാച്ചുറൽ കളേഴ്സ് ആണ്, അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇനി പോർട്രേറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ പോർട്രേറ്റ് ഫോട്ടോസ് പിന്നെയും ഇതിനേലും ബെറ്റർ ആണ്. അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ കിട്ടുന്നത്, നല്ല ബ്ലറൊക്കെയാണ്. ഇനി ഹ്യൂമൻ സബ്ജക്ട്സിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ ഹ്യൂമൻ സബ്ജക്റ്റിലും സ്കിൻ ടോൺ ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നില്ല, ചെറിയൊരു വൈറ്റനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വാട്ടർ കളർ പോലത്തെ ഒരു നമ്മുടെ സ്കിന്നൊക്കെ ഒരുമാതിരി പെയിന്റ് അടിച്ച പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണാം. അതൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എഡ്ജ് ഡിറ്റക്ഷൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നില്ല. പിന്നെ ഈവൻ നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റിലൊക്കെ സ്കൈയുടെ ഫ്രണ്ടിലൊക്കെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ മീൻസ് സ്കൈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ HDR ചില സമയത്ത് പണി കിട്ടുന്നുണ്ട്. HDR ഫുള്ള് ബ്ലോൺ ഔട്ട് ആയി കളയുന്നുണ്ട്, സ്കൈ മൊത്തം വെളുത്തിരിക്കുന്നുണ്ട്. ക്യാമറ കുറച്ചുകൂടെ പണിയെടുക്കണം. ഇതിനേലും ബെറ്ററാണ് മോട്ടോയുടെ എഡ്ജ് 50 ഫ്യൂഷൻ. ഈവൻ എനിക്ക് തോന്നുന്നു OnePlus ഇതിനേലും ബെറ്ററായിരുന്നു. OnePlus Nord C4, Realme GT60 ഓൾറെഡി ബെറ്ററാണ്. സോ IQ Z9S Pro ഇതൊക്കെ ഇതിനേലും ബെറ്റർ ക്യാമറ സിസ്റ്റമാണ്. ഇത് പോരാ സൈമ പോരാ. അൾട്രാവൈഡ് അതേപോലെ തന്നെ ഓക്കേഷ് ടൈപ്പ് ഓഫ് ഫോട്ടോസ് ആണ്. ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസും യൂസബിൾ ഫോട്ടോസ് കിട്ടും, വലിയ കുഴപ്പമില്ലാത്ത യൂസബിൾ ഫോട്ടോസ് കിട്ടും. സെൽഫി ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ സെൽഫി ക്യാമറ എനിക്ക് റേറിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്ത സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇൻഡോൺസ് ഒക്കെ ഓക്കെ ഫൈനാണ്, വലിയ ഇഷ്യൂസ് ഇല്ല സെൽഫി ക്യാമറയിൽ. ഇനി നമുക്ക് വീഡിയോ കാറ്റഗറിയിലേക്ക് പോകാം. ഈ ഒരു ഫോൺ നമുക്ക് 4K 30 FPS ബാക്കിൽ റേറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ Redmi Note 14 Pro എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ് 4K 30 FPS. സോ അത്യാവശ്യം സ്റ്റേബിളാണ്. കുറച്ച് ഓടി നോക്കാം. ഓടിയാലും ആ OSൻ്റെ വർക്കിംഗ് ഉള്ളതുകൊണ്ട് സ്റ്റേബിൾ വീഡിയോ ആണ്, കുഴപ്പമില്ല. സോ വീഡിയോ അത്യാവശ്യം നൈസാണ്, സ്റ്റെബിലിറ്റി ഉണ്ട്, അത്യാവശ്യം നൈസാണ്. വീഡിയോയിൽ എനിക്ക് അതിന് കുറ്റം പറയാനില്ല. ഇനി ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് 1080p വീഡിയോ റെക്കോർഡിംഗേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ Redmi Note 14 Pro നിന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ് 1080p 30 FPS, 4K ഇല്ല. സോ നമ്മൾ ഓടിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനാണ്. സോ 25,000 കൊടുക്കുന്ന ഓഫ്ലൈൻ പ്രീമിയം ഫോൺ എന്ന നിലയിൽ 4K വെക്കേണ്ടതായിരുന്നു, വെച്ചില്ല. കുഴപ്പമില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. സെൽഫി വീഡിയോ കുഴപ്പമില്ല, ചെറിയൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. EIS ആണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിലത്തെ OS നൈസാണ്. സോ ക്യാമറ പറ്റി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എബോ ആവറേജ് എന്നേ പറയാനുള്ളൂ. ക്യാമറ അത്ര സെറ്റപ്പ് ആയിട്ടൊന്നും തോന്നില്ല, അതാണ് സത്യം. അതാണ് റെഡ്മി ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിലല്ല നിങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ഓഫ്ലൈൻ സെൻട്രിക് ആണെങ്കിൽ പോലും പോരാ, ഇത് പോരാ. ഒന്നില്ല ഓഫ്ലൈൻ സെൻട്രിക് ആണെന്ന് പറഞ്ഞാൽ നല്ല ക്യാമറയിലും വെക്കണം. അതും വെച്ചിട്ടില്ല. ഇത്ര 25,000 രൂപ കൊണ്ട് വെക്കുകയും ചെയ്തു. ആവശ്യമില്ലാത്ത എല്ലാം തള്ളി കയറ്റിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമുള്ള സാധനം മര്യാദയ്ക്ക് ചെയ്തിട്ടുമില്ല, ഒന്നും പറയാനില്ല. അടുത്താണ് നമുക്ക് ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കാം. ഷോമിയുടെ HyperOS 1.0.2 ആണ്, ബേസ്ഡ് ഓൺ Android 14. ആദ്യമായിട്ട് നമുക്ക് ഷോമിയുടെ പാരമ്പര്യമായിട്ടുള്ള ബ്ലോട്ട്വെയർസിനെ പറ്റി ചർച്ച ചെയ്യാം. മൊത്തം 17 ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കുടുംബ പാരമ്പര്യമായിട്ട് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബബിൾ ഷൂട്ടറും ടൈൽ ഫണ്ണും പസിൽ ബ്ലോക്കും വേൾഡ് ടിപ്പും സ്നേക്ക് സോണും ബ്ലോക്ക് ബ്ലാസ്റ്ററും ഡസ്റ്റ് സെറ്റിലും തുടങ്ങിയ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഗെയിംസും നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം 17 ബ്ലോട്ട്വെയർസ് ഉണ്ട്. വളരെ സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ സാധനമാണ്, സൈഡിൽ നിന്ന് വലിക്കാൻ നേരത്ത് ഇങ്ങനൊരു പേജുണ്ട്. നമ്മുടെ OnePlusൻ്റെ എന്തോ ഒരു ഷെൽഫ് എന്ന് പോലത്തെ അങ്ങനത്തെ ഒരു സംവിധാനം പോലെ ഒരു സാധനം എടുത്ത് പരസ്യം തന്നെയാണ്. പരസ്യം Dream 11 പരസ്യം, ഇവിടെ കുറേ സാധനത്തിൻ്റെ പരസ്യം, അതേപോലെ തന്നെ ന്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഫൈൻ. പക്ഷേ കുറേ പരസ്യങ്ങളുണ്ട്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരസ്യങ്ങൾ, അത് പരസ്യം. ഇനി ഗ്ലാൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ ടേൺ ഓഫ് ചെയ്തേക്കുവാണ്. ഗ്ലാൻസ് എന്ന് പറയുന്ന സാധനം, അതായത് ലോക്ക് സ്ക്രീൻ പിന്നെ മാറിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ പരസ്യം കാണിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് അവന്മാരുടെ ഒരു ആപ്പ് സെർച്ച് എന്ന് പറഞ്ഞത്, അത് ഞാൻ ഓഫ് ചെയ്തു. അത് നിങ്ങളെ കാണിച്ചു തരാം. മേളിതായിട്ട് വലിക്കാൻ നേരത്ത് ആപ്പ് സെർച്ച് വരും, അവിടെയും നമുക്ക് ഇഷ്ടം പോലെ പരസ്യം കാണാം. ഇതൊക്കെ ടേൺ ഓഫ് ചെയ്താൽ നൈസാണ്, ടേൺ ഓഫ് ചെയ്യാൻ അറിയണം. ഓക്കെ, ഞാൻ ടേൺ ഓഫിൻ്റെ ചെറിയ രീതിയിലുള്ളതൊക്കെ കാണിക്കാം. എന്നാൽ കഴിയുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. മീൻസ് സ്ക്രീനിൽ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ്സിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം 3 ടൈപ്പ് ഓഫ് ആഡ്സും ഇത്രയും ബ്ലോട്ട്വെയർസും ഉണ്ട്. സോഫ്റ്റ്വെയർ HyperOS ഒരു ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ശങ്കരത്തെങ്ങിൽ തന്നെ. താങ്ക് യു. അതാണ്
അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അതേപോലെ ആനിമേഷൻസ് നൈസാണ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ നമ്മൾ ഒരു ആപ്പ് ഓപ്പണിംഗ് ക്ലോസിങ് ആനിമേഷൻ ഐക്യൂനയിലൊക്കെ ബെറ്ററാണ്, വളരെ സുഖമായിട്ടാണ് ആ ഒരു ആനിമേഷൻ പോകുന്നത്. ഈവൻ ഓവറോൾ സ്മൂത്ത്നെസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാണ്. ഈ ഒരു ചിപ്സെറ്റിനെ ശരിക്കും ഊറ്റിയെടുക്കുകയാണെങ്കിൽ നൈസാണ്. പിന്നെ ഉള്ളതാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇംപ്ലിമെൻറ്റേഷൻ, അടിപൊളിയാണ്, അതൊരു രക്ഷയില്ല. ഇപ്പം നിങ്ങൾ വോളിയം ബട്ടണെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞെക്കി പിടിച്ചാൽ തന്നെ ഹാപ്റ്റിക്കിനെ ആ മോട്ടർ കിടന്നിങ്ങനെ കുലുങ്ങും. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പം വല്ലാത്തൊരു ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ്. ഈവൻ ടൈപ്പിങ്ങിനാണെങ്കിലും കുറേ അടുത്ത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് നല്ല നൈസായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. സോ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മോട്ടർ നൈസാണ്, അതേപോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നൈസാണ്. ഇനി സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 5G+ കിട്ടും. വോയിനാർ, ജിയോ 5G, എയർടെൽ 5G എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ക്വാളിറ്റി നൈസാണ്. Wi-Fi 6ന്റെ സപ്പോർട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. NFC ഒന്നും ഇല്ല. സോ അത്യാവശ്യം എല്ലാ പറഞ്ഞ പോലെ NFC വെച്ച് ബാക്കി എല്ലാ സംവിധാനമുണ്ട്, നല്ല കാര്യം. അടുത്താണ് നമുക്ക് ഒരു ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിലേക്ക് കിടക്കാം. ഇവിടെ നല്ല കാര്യമാണ് കേട്ടോ. 5500 mAh ബാറ്ററി ബാക്കപ്പ്, 45 വാട്ട്സിന്റെ ഇവരുടെ ചാർജറാണ്, ടർബോ എന്നൊക്കെയാണ് പറയുന്നത്, ടർബോ ചാർജർ. എനിവേ 45 വാട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് 45 വാട്ട് കുറവാണല്ലോ, പക്ഷേ സാധനം ചെറുതാണെങ്കിലും വാട്ടേജ് കുറവാണെങ്കിലും സ്പീഡുണ്ട്. അതായത് 1 മണിക്കൂർ കൊണ്ട്, ഏറെക്കുറെ 1 മണിക്കൂർ കൊണ്ട് 14 to 100% ഈ ഒരു ഫോൺ എത്തി. അതായത് ചാർജിങ് സ്പീഡുണ്ട്. നിങ്ങൾ ആ ഒരു ചാർജിങ് സ്പീഡ് ഇവിടെ ഓൺ ആക്കണം കേട്ടോ. ഇവിടെ ഹൈ ചാർജിങ് സ്പീഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ 1 hour കൊണ്ട് ഈ സാധനം ഫുൾ ചാർജ്. അതായത് 5500 mAh 1 hour കംപ്ലീറ്റ് ആകുന്നതല്ലേ. കാര്യം വേറെ പല ബ്രാൻഡിൻ്റെയും 66 അല്ലെങ്കിൽ 33 വാട്ട്സ് ഒക്കെ മീൻസ് കുറവാണെങ്കിൽ അതൊക്കെ 1.5 മണിക്കൂർ എടുക്കുമ്പോൾ 45 വാട്ട്സ് 1 മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് പറഞ്ഞാൽ ഇത്രയും കപ്പാസിറ്റി അത് നല്ല കാര്യമാണ്. ബാറ്ററി ബാക്കപ്പ് നൈസാണ്, അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. വൺ ഡേ എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് പോകും, വേറെ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടതില്ല. ഇനി കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ വില ഞാൻ പറഞ്ഞല്ലോ 8GB 128GB പ്രൈസാണ്, 24,999. വേറെ കാര്യമൊന്നും പറയാനില്ല. പറ്റുമെങ്കിൽ ഈ ഒരു ഫോൺ ഒഴിവാക്കുക, വേറെ ഫോൺ നോക്കുക. ഇത് റെഡ്മി ആയതുകൊണ്ട് അല്ലെങ്കിൽ റെഡ്മി ഫാൻ ആണെങ്കിൽ പോയി ധൈര്യമായിട്ട് തല വെച്ച് കൊടുക്കുക, എടുത്തു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേ ഒന്നും കുഴപ്പമൊന്നുമില്ല, നോർമൽ യൂസറാണ്. ഡിസ്പ്ലേ നൈസാണ്, അതായത് ക്യാമറ എബോ അവറേജ് ആണ്, ബാറ്ററി ബാക്കപ്പ് നൈസാണ്. പിന്നെ ഷവമിയുടെ സോഫ്റ്റ്വെയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്. അല്ലാതെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. വേറെ നിങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. മോട്ടോ ആയാലും റിയൽമി ആയാലും ഈവൻ IQ ആയാലും കുറേ ഏറെ ഓപ്ഷൻസ് ഉണ്ട്, ഇതിനെല്ലാം ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കുക. റെഡ്മി നിങ്ങളുടെ ഗെയിം അപ്പ് ചെയ്യേണ്ട സമയമായി. പഴയ ആ ഒരു 16,000 അല്ലെങ്കിൽ ഒരു 20,000 വെച്ചോ, നിങ്ങൾ 22 വെച്ചാൽ 21 വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പഴയ നോട്ട് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അഗ്രസീവായിട്ട് കിടിലൻ ഫോൺ ഇറക്കണം. ലാസ്റ്റ് ഇറക്കിയതാണ് റെഡ്മി നോട്ട് 10 Pro Max, 10 Pro. അത് കഴിഞ്ഞ് പിന്നെ ഒരു തിരിച്ചുവരവ് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ റിയൽമി ആണെങ്കിൽ പ്രോ സീരീസ് കൊണ്ട് തൊഴുത്തിലിട്ടുകൊണ്ടിരിക്കുക. അവരുടെ പിന്നെ ഈ പ്രോ പ്ലസ് പിന്നെ നൈസായിരിക്കും കേട്ടോ. പ്രോ പ്ലസ് അവർ ഹെവി സെറ്റപ്പിലായിരിക്കും ഇറക്കുന്നത്, അത് നൈസാണ്. പക്ഷേ 32,000 രൂപ എടുത്ത് മേടിക്കണം അത്. പക്ഷേ ഈ പ്രോയിലാണ് ഞാനും കൂടുതൽ താല്പര്യപ്പെട്ടത്, കാരണം പ്രൈസ് കുറവാണ്. പക്ഷേ ഇവിടെ പ്രൈസും കുറവാണ്, അതിനനുസരിച്ചൊന്നും പറയാനില്ല. സോ വർത്ത് എന്ന് പറയാനില്ല. അപ്പോൾ നിങ്ങൾ നന്നായി നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ഒഴിവാക്കുക, വേറെ ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ എല്ലാവർക്കും